കേരളത്തിലാകെ എല്ലാ ജില്ലകളിലും കടുത്ത ചൂടാണ്. പലയിടത്തും ഉഷ്ണതരംഗ മുന്നറിയിപ്പും തുടരുന്നു. പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലെ പലയിടത്തും ഉഷ്ണതരംഗ സാധ്യത ഉള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീധരൻ തൃശ്ശൂരിൽ നിന്നും ഗൂഗിൾ പാലക്കാട് നിന്ന് വിവരങ്ങളുമായിട്ട് ആദ്യം ശ്രീധരനിലേക്ക് പോകാം. ശ്രീധര, കടുത്ത ചൂടാണ്. നമ്മൾ ഈ പൂരസമയത്തൊക്കെ അനുഭവിച്ചതാണ് തൃശ്ശൂരിലെ ചൂട്. വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണോ? ഏതൊക്കെ പ്രദേശങ്ങളാണ് വലിയ പ്രശ്നമുള്ളത്? ദിവിഷ്, ഞാനിപ്പോൾ ദിവിഷിൻ്റെ വീടിൻ്റെ ഏതാണ്ട് ഭാഗത്തുണ്ട്. നീളാനദിയിലാണ്. കണ്ടാലിപ്പോൾ ഒരു മരുഭൂമി കണക്കെ നീളാനദി വറ്റി വരണ്ട് കിടക്കുകയാണ്. ഏതായാലും ഒരു തുള്ളി വെള്ളം ഇല്ല, ഒരു കാക്കത്തണലില്ല. ഈ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ പ്രദേശമാകെ, തൃശ്ശൂർ ജില്ലയാകെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഉഷ്ണതരംഗം ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 40 ഡിഗ്രിയിലൊക്കെ ചൂടെത്തിയിട്ടുണ്ട്. സാധാരണ ഈ ഭാരതപ്പുഴയിൽ ഇവിടെ വന്ന് സൊറ പറഞ്ഞിരിക്കാനൊക്കെ ആൾക്കാരുണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ വളരെ കുറവാണ്. ഏതായാലും കുറച്ച് ചേട്ടന്മാർ ഇവിടെയുണ്ട്. എന്താ അവസ്ഥ? മരുഭൂമി കണക്കാണോ അവസ്ഥ? വളരെയധികം പരിതാപകരമാണ്. ചൂട് താങ്ങാൻ പറ്റുന്നില്ല. 39-40 വരെ ഡിഗ്രി ആവുമെന്നാണ് പറയുന്നത്. മഴയുടെ യാതൊരു ലാഞ്ചന പോലും കാണുന്നില്ല. ഇപ്പോൾ ഭാരതപ്പുഴ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏതാണ്ട് സുഡാനിൽ പോയ പോലെയാണ് സംഭവം. തീരെ കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായിരിക്കുകയാണ്. എന്താ ചൂട് എങ്ങനെയുണ്ട്? വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ ഫാൻ ഇട്ടാൽ തന്നെ ഭയങ്കര ചൂട് കാറ്റാണ് വരുന്നത്. അപ്പോൾ ഒരു പ്രകൃതി രമണീയമായി പുഴയിലെ കാറ്റൊക്കെ കൊള്ളാച്ചിട്ട് വന്നാണ് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു പ്രയാസത്തിലേക്ക്. അത്രയും ചൂടാണ്. കുടിവെള്ളക്ഷാമത്തിലേക്കൊക്കെ പോയിട്ടോ പ്രദേശം? ഈ പ്രദേശത്ത് തടയണ വന്നതിന് ശേഷം കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ പരിസരത്തുള്ള കിണറുകളൊക്കെ വറ്റി വരണ്ട്. കുടിവെള്ളം 1000 ലിറ്ററിന് 800 രൂപ കൊടുത്തിട്ടാണ് നാട്ടുകാർ വാങ്ങണം. ഈ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ട് വല്ലാണ്ടല്ലേ ഇപ്പോൾ 10 മണിക്ക് ശേഷമൊക്കെ? വലിയ ചൂടാണ് ആളുകൾ അനുഭവിക്കുന്നത്. സമീപകാലങ്ങളിലൊന്നും ഇല്ലാത്തത്ര കഠിനമായ ചൂടാണ്. ഇതിലേറ്റവും വലിയ ഖേദകരമായ ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ഭാരതപ്പുഴയുടെ അടുത്ത് താമസിക്കുന്ന ഞങ്ങളൊക്കെ കുടിവെള്ളം ഇപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അത് വലിയൊരു മാനസികമായിട്ട് പ്രയാസമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ കുടിവെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ തവണയാണ് ഏറ്റവും വലിയ വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ദിവിഷ, അത് തന്നെയാണ്. അതായത് ചൂട് കനക്കുകയാണ്. നമുക്കറിയാം, വിയർത്തൊലിച്ച് അല്ലാതെ നമുക്കൊരു ഭാഗത്തു കൂടെ പോകാനാവാത്ത ഒരു അവസ്ഥ. ഇപ്പോൾ കാറിൽ AC ഇട്ടിരുന്നാൽ പോലും വിയർക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതിന് തന്നെ നമ്മുടെ ഷൂട്ടിംഗ് സമയമൊക്കെ നമ്മൾ ക്രമീകരിച്ചു. അതുപോലെ തന്നെ ആളുകളെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് കുറച്ചിട്ടുണ്ട്. റോഡുകളിൽ പല റോഡുകളും വിജനമായ ഒരു അവസ്ഥയിലാണുള്ളത്. ഏതായാലും ഈ ജില്ലയുടെ ഏറ്റവും പ്രധാന കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള ഈ വടക്കൻ മേഖലയിലെ കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള ഭാരതപ്പുഴയുടെ നീളാനദിയുടെ അവസ്ഥയാണ്. ഒരു മരുക്കാട് കണക്കെയാണ് കിടക്കുന്നത്. ഇതിപ്പോൾ ചെറുതുരുത്തി തടയണയുടെ പ്രദേശമാണ്. ഇവിടെ ഒരു തുള്ളി വെള്ളം, സാധാരണയായി ഈ ഭാരതപ്പുഴയിൽ ചാലുകളായി പല ഭാഗത്ത് വെള്ളമൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഈ പ്രദേശത്ത് ഒരു തുള്ളി വെള്ളം പോലും കാണാത്ത ഒരു സ്ഥിതി തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും കൂടുതൽ ഒരു മഴ കിട്ടിയില്ലെങ്കിൽ സാധാരണ രീതിയിലേക്ക് മടങ്ങിപ്പോകാനാവില്ല. സാധാരണ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് ഇരിങ്ങാലക്കുട ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ മഴ പെയ്യുമെന്നുള്ള ഒരു പറച്ചിലൊക്കെ ഈ തൃശ്ശൂർ ജില്ലയിലുണ്ട്. പക്ഷേ ഇത്തവണ അതും ഇല്ല. ഒരു പെയ്ത്ത് പോലും ഇല്ല. ഇനി വിധമാണ് ഇപ്പോൾ ഭാരതപ്പുഴയുടെ അവസ്ഥ. പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ, ഇത് ഒരു പുഴയാണ്. ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ മരുഭൂമി പോലെ കിടക്കുന്നു. ഒരു തുള്ളി വെള്ളവുമില്ല എന്ന അവസ്ഥയാണ്. ശ്രീധര, ശരി, കടുത്ത ചൂടാണ്. അപ്പോൾ തണലത്തേക്ക് മാറിക്കൊള്ളൂ. ഇനി പാലക്കാട് നിന്ന് ഗൂഗിൾ വിവരങ്ങളുമായിട്ട്. ഗൂഗിളെ, പാലക്കാട് ഇതിലും ഏറെ ചൂടാണ്. ഇപ്പോൾ അതേ ചൂട് തന്നെയാണ് തൃശ്ശൂരിലൊക്കെ അനുഭവിക്കുന്നത്. പക്ഷേ പാലക്കാട് ഈ ആ പാറക്കെട്ടുകളിൽ തട്ടി വരുന്ന ചൂട്, കാറ്റും കൂടി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. എങ്ങനെയാണ് അവസ്ഥ? 4 ദിവസത്തിലധികമായി 41 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു രീതിയിലാണ് പാലക്കാട്ടെ ചൂട് നീങ്ങുന്നത്. പഴമക്കാരടക്കം പറയുന്നത് ഇത്ര വലിയ ചൂട്, വലിയൊരു വേനൽക്കാലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പലരും ഈ വിദേശത്ത് നിന്ന് വന്നവരൊക്കെ അടക്കം, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്നവരടക്കം പറയുന്നത് നാട്ടിൽ ഇത്ര ചൂട് അനുഭവപ്പെടുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഈ ഇത്തവണത്തെ വേനൽ പാലക്കാട്ടുകാരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോട്ട് ചേംബറിൽ ഒരു അങ്ങനെയുള്ളൊരു ചുട്ടുപൊള്ളുന്ന ഒരു തീച്ചൂളയ്ക്കുള്ളിലാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും തള്ളി നീക്കാൻ പാലക്കാട്ടുകാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പേര് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇവർക്ക് എങ്ങനെയാണ് ചേട്ടാ ഈ ഒരു വേനൽക്കാലത്ത് എങ്ങനെയാണ് നിങ്ങൾ തള്ളി നീക്കുന്നത്? എങ്ങനെയാണ് വേനൽക്കാലം എന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ ഇപ്പോൾ ഇത്രയും പ്രായത്തിന് ശേഷം ഇങ്ങനെ ഒരു ചൂട് അനുഭവപ്പെട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ പാലക്കാട് ഇത്രയും വലിയൊരു ചൂട് അനുഭവം കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു ഓട്ടത്തൊഴിലാളികളാണ്. അതിരാവിലെ വന്നാലാണ് എന്തെങ്കിലും. അതിനാരും ഈ ചൂട് കാരണം പുറത്തേക്ക് തന്നെ വരുന്നില്ല. ഉച്ചയ്ക്ക് എന്താ ചെയ്യുക? ഉച്ചയ്ക്ക് പോയി റെസ്റ്റ് എടുക്കുക, എന്നിട്ട് 5 മണിയാകുമ്പോൾ വരിക.
എനിക്ക് 46 വയസ്സായി. ഞാൻ ഇതുവരെയ്ക്ക് ഇങ്ങനൊരു ചൂട് അനുഭവിച്ചില്ല. ഇതാണല്ലോ മേലെ മൊത്തം പൊള്ളിക്കാണ്. ഇതാണ് വെയിലത്ത് നമ്മൾ ഈ ഓട്ടോയാണ് ഇപ്പോൾ ഈ ഒരു മരമാണ് ഇപ്പോൾ ആശ്രയമുള്ളത്. ഈ മരത്തിങ്ങനെ വന്നിരിക്കും. ഒരു 12 മണിയായി കഴിഞ്ഞാൽ വീട്ടിൽ പോവുക, കടന്നുറങ്ങുക, പിന്നെ ഒരു വൈകുന്നേരത്ത് നീച്ച് വരിക, ആൾ പറയാൻ വൈകുന്നേരത്ത് വരിക, നിൽക്കുക. ചേട്ടാ എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? ചൂട് വമ്പൻ ചൂടാണ്. വെള്ളത്തിനൊക്കെ നല്ല ക്ഷാമമാണ്. ഒരു തുള്ളി വെള്ളം ഓരോ ഇവിടെ വെള്ളത്തിന് പ്രശ്നമുണ്ടോ? നല്ല വെള്ളം. ഭാരതപ്പുഴയിലെ വെള്ളമല്ലേ, നമ്മുടെ ഈ ലക്കിടി ഗേറ്റിൻ്റെ അവിടെ അങ്ങനെ ഒക്കെ എല്ലായിടത്തും വെള്ളങ്ങളും കുറവാണ്, നല്ല ചൂടും. പിന്നെ സാഹചര്യത്തിന് തൊഴിൽപരമായിട്ട് ഇപ്പോൾ വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ആ കാര്യം കൊണ്ട് ഇങ്ങനെ ഇറങ്ങാണ്. ഈ സാധാരണ പത്തിരിപ്പാലൊന്നും ഇത്ര ചൂട് സാധാരണ അനുഭവപ്പെടാറില്ല, ഇപ്പൊ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടല്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് എങ്ങനെ ചൂട് വന്നത്. ഒരു 4-5 ദിവസമായി അല്ലേ? 5 ദിവസമല്ല, 5-8 ദിവസമായി. ഇനി ഈ ശരി ചൂട് ശരി. എന്തായാലും എല്ലായിടത്തും ചൂടാണ്, അത് തന്നെയാണ് ആളുകളൊക്കെ പറയുകയും ചെയ്യുന്നത്. ഇനി